രേണു ചേച്ചി പറഞ്ഞു ചേച്ചിക്ക് മറവിയുണ്ട്, പക്ഷെ പഴയ കാര്യങ്ങളൊക്കെ രേണു ചേച്ചി ഓർത്ത് എടുക്കുന്നുണ്ട് എന്നുള്ളത്. എൻ്റെ ഒരു സുഹൃത്ത് ദുബായിൽ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ ആ കുട്ടിക്ക് എന്താ പ്രശ്നം. പേഴ്സണലി എന്നോട് എന്താണ് ആ കുട്ടിയുടെ പ്രശ്നം എന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ, എനിക്കറിയില്ല. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ സംസാരിക്കാനേ ഞാൻ പോയിട്ടില്ല. രേണുവിനെ കാണാൻ പോയിട്ടില്ല. എനിക്കെന്തോ അങ്ങനെ ചേച്ചിനെ അങ്ങനെ കാരണം നമ്മൾ സ്ഥിരമായിട്ട് നമുക്ക് പ്രോഗ്രാമൊന്നും ഇല്ലെങ്കിൽ രേണു ചേച്ചി, കരിഷ്മ ചേച്ചി മാനേജറിൻ്റെ വീട്ടിലൊക്കെ വന്നിട്ട് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു, എല്ലാ പരിപാടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചേച്ചിനെ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിൽ കാണാനുള്ള ഒരു മനസ്സില്ല, അതുകൊണ്ടാണ് പോവാത്തത്. ചേച്ചിന് ഡെയിലി വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. ചേച്ചി ഭയങ്കര സ്ട്രോങ് ആണ്, തിരിച്ചു വരും എന്ന് ചേച്ചിക്ക് നല്ല ഉറപ്പുണ്ട്. ഉറപ്പായിട്ടും ചേച്ചി തിരിച്ചു വരും. ഇനിയും നല്ല കരുത്തോടെ പഴയ രേണുവിനാണ്ടി ഉഷാറായിട്ട് ചേച്ചി തിരിച്ചു വരും. അതിനെല്ലാം ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. സന്തോഷം. കണ്ടിരുന്നു. നമ്മൾ ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ എനിക്കൊരാളോടൊരു ശത്രുതയുണ്ട് അല്ലെങ്കിൽ ഒരാളോടൊരു വെറുപ്പുണ്ട് എന്ന് വിചാരിച്ച് അയാൾക്കൊരു പീക്ക്, ഒരു മോശം സിറ്റുവേഷൻ വരുമ്പോൾ അയാളെ മനസ്സ് വീണ്ടും നമ്മൾ കുത്തി നോവിക്കാൻ പാടില്ല. കാരണം ഒന്നാമത് ഇപ്പോൾ രേണുചേച്ചിക്ക് വേണ്ടത് നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നല്ല സന്തോഷം നൽകേണ്ട സമയത്ത് വീണ്ടും ഈ ഒരു അവസ്ഥയിൽ അങ്ങനെ ചെയ്യുമ്പോൾ അത് ചേച്ചിയുടെ ആ ആരോഗ്യ പ്രശ്നത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. അത് കിച്ചു ചെയ്തത് വളരെ മോശമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കിച്ചു ഇത് കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ഉണ്ടെങ്കിൽ പോലും അത് ഇപ്പം വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിരുന്നു. വീഡിയോ കണ്ടതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ കുറേ ചർച്ചകൾ വന്നു. അത് സത്യമാണ്, അത് സത്യമാണ്. കാരണം രേണുവിനെ ഡെയിലി കോണ്ടാക്ട് ഉള്ള ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ ഒരാൾക്ക് എത്ര സഹിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങളൊന്ന് ആലോചിക്കുക, ഇപ്പോൾ ഓൾറെഡി ഒരു പീക്ക് സിറ്റുവേഷനിലാണ് രേണു ചേച്ചി ഇരിക്കുന്നത്. അപ്പോൾ ആ സമയത്തും ഇങ്ങനെ ഓരോ കുത്തുവാക്കുകളും കാര്യങ്ങളും വരുമ്പോൾ അതിനിടയിലെ കമൻസുകൾ വായിക്കുമ്പോൾ നമുക്ക് ആരായാലും എനിക്ക് രേണു സ്ഥലത്ത് ഞാനൊക്കെ ആണെങ്കിൽ എന്നോ ഞാൻ മരിച്ചു പോയേനെ. കാരണം നമുക്ക് പറ്റത്തില്ല. ഒന്നാമത് ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന വീണ്ടും ഇതേപോലെ കുറേ പ്രശ്നങ്ങൾ നേരിടുന്ന അത് സ്വന്തം മകനെ പോലെ കണ്ട ആൾക്കാരുടെ കയ്യിൽ നിന്ന് ആകുമ്പോൾ കുറച്ചുകൂടി അത് പേഴ്സണലി ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും. സത്യമാണ്. അന്ന് ഞങ്ങൾ സംസാരിച്ച കാര്യമാണത്. അത് കിച്ചുവിൻ്റെ ഈ സംഭവം ഇറങ്ങിയില്ലായിരുന്നല്ലോ, ഒരു ഇത് ആ ഇറങ്ങിയ സമയത്താണ് അങ്ങനെ ഉണ്ടായിട്ടുള്ളത്. രേണു ചേച്ചി പറഞ്ഞു ചേച്ചിക്ക് മറവിയുണ്ട്, പക്ഷെ പഴയ കാര്യങ്ങളൊക്കെ രേണു ചേച്ചി ഓർത്ത് എടുക്കുന്നുണ്ട് എന്നുള്ളത്. എൻ്റെ ഒരു സുഹൃത്ത് ദുബായിൽ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആൾ നേഴ്സാണ്. ഈ കീമോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചില സമയങ്ങളിൽ നമ്മുടെ ഓർമ്മശക്തി നമുക്ക് ജസ്റ്റായിട്ട് ഡൗൺ ആവും. അതെന്ന് വെച്ചാൽ മുഴുവനായിട്ടും ഓർമ്മശക്തി പോകുന്നു എന്നല്ല അതിൻ്റെ കാര്യം. നമുക്ക് ചില സമയത്ത് ഈ കീമോ എടുക്കുന്ന സമയത്ത് നമുക്കത് മെൻ്റലി നമ്മളെ ബ്രെയിനിലേക്കുള്ള ആ ഒരു സർക്കിൾ കുറയുമ്പോൾ നമുക്ക് പഴയ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മറന്നു പോകും. അല്ലെങ്കിൽ ആ സ്പോട്ടിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണോ ചെയ്തിരുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മറന്നു പോകും. അതാണ് രേണു ചേച്ചി പറഞ്ഞു കേട്ടോ. അത് ഞാൻ ഈ ഭാഗം ഇത് ക്ലിയർ ആക്കുകയാണ്. പിന്നെ ഇപ്പോൾ അച്ഛൻ രേണു ചേച്ചിൻ്റെ അവിടുത്തെ പള്ളിയിലച്ഛൻ വന്നിട്ട് പാസ്റ്റർ വന്നിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. സാറ് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം മുമ്പേ എന്തൊക്കെ വിഷയം ഉണ്ടായിക്കോട്ടെ, കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷേ എങ്കിലും ഇപ്പോൾ ഒരു മോശം സമയത്ത് അദ്ദേഹം കാണിക്കുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. കാരണം അദ്ദേഹം ഇപ്പോൾ രേണുജിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്, അവിടെ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് രേണുജിൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അച്ഛൻ്റെ ഒരു വാക്ക് ഞാനിപ്പോൾ കേട്ടു. അത് കേട്ടപ്പോൾ എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് ഒരു കിച്ചനോടുള്ള ഒരു ഇഷ്ടം അങ്ങ് പോയി പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം അത് വളരെ മോശമായി ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ അത് പറഞ്ഞത്. ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഈ കിച്ചു ക്യാഷ് കൊടുക്കാറില്ല എന്ന് പറഞ്ഞത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം ഞങ്ങൾ ഒരുമിച്ചുണ്ടായ സമയത്ത് എൻ്റെ മുമ്പിൽ വെച്ചിട്ട് കിച്ചു വിളിച്ചിട്ട് രേണു ചേച്ചി കിച്ചുവിന് ക്യാഷ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അത് മോശമാണ്. കാരണം ചെറിയ എമൗണ്ടാണ് ചോദിക്കുക, വലിയ എമൗണ്ട് ഒന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല. ചെറിയ എമൗണ്ട് ചോദിക്കുമ്പോഴും ചേച്ചി ഇട്ട് കൊടുക്കാറുണ്ട്. ഇല്ല, അതൊന്നും ഫേക്ക് അല്ല. ഒക്കെ നമ്മൾ കണ്ട ചാറ്റുകളല്ലേ, ഒന്നും ഫേക്ക് അല്ല, അത് റിയൽ തന്നെയാണ്. ശരി.